വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ജേർണലിംഗ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് ഒരു ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ട് കുറേ ആയല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് ജേർണലിംഗ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ് ആയിട്ടും മെസ്സേജസൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടേനി. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും നമുക്ക് ഈ ബുക്കിൽ ചെയ്യാമെന്ന്. ഈ ബുക്ക് വന്നിട്ട് ഒരു രാജസ്ഥാനി ഹാൻഡ് മെയ്ഡ് ബുക്കാണ്. ഇതിൻ്റെ പാറ്റേൺസൊക്കെ കണ്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല ഭംഗിയുള്ള പാറ്റേൺസാണ് കേട്ടോ. അപ്പോൾ ഈ ബുക്കിൽ ഞാൻ അങ്ങനെ കുറേ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഫസ്റ്റ് പേജിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടേനി. പിന്നെ ഇത് എൻ്റെ കസിൻ ചെയ്തതേനി. അന്ന് നമ്മൾ ബീച്ചിൽ പോയിരുന്നിട്ട് കുറച്ച് ജേർണലിംഗ് ചെയ്തിരുന്നല്ലോ, അന്ന് ചെയ്തതേനി. പിന്നെ ഇതിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങിയിട്ട് വേണം. അപ്പം എന്തായാലും നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങാം കേട്ടോ. ഇപ്പം ഞാൻ കൂടുതൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും ഒക്കെ കുറേ ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഈ തീമിൽ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന തീമും പിന്നെ എനിക്ക് ഐഡിയ തോന്നുന്ന കുറച്ച് തീമൊക്കെ ഞാനിങ്ങനെ എഴുതി വെക്കലുണ്ട്. അപ്പോൾ ഇതിലാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഫി തീമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹാരി പോട്ടറൊക്കെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നമ്മൾ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയും എനിക്ക് ചെയ്യണമുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കുറേയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ കൂടുതൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഗ്രീൻ തീമിലും പിന്നെ സ്റ്റാറി നൈറ്റ് തീമിലും ചെയ്യാമെന്നാണ്. ഗ്രീൻ തീമിൽ ഓൾറെഡി ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും അത് പിന്നെയും റീസെൻ്റായിട്ട് കുറേ കമൻസൊക്കെ വരുന്നുണ്ട് ഗ്രീൻ തീമിൽ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു ചാനലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലൊന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കുറച്ച് വലിയ പ്രോസസ്സ്. അപ്പോൾ ഇനി നമുക്ക് അതെന്തായാലും ഇപ്പം നൈറ്റ് ആയിട്ടുണ്ട്, നാളെ ചെയ്യാമെന്നാണ് പ്ലാന്. പിന്നെ നമുക്കിത് ഓരോന്നായിട്ടും കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം പിറ്റത്തെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്, പിന്നെ കട്ട് ചെയ്യാം. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രീൻ തീം പ്ലസ് സ്റ്റാറി നൈറ്റ്സ്, ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ട് 2 എണ്ണം ആക്കിയിട്ട് ചെയ്യാമെന്നേനി എൻ്റെ ഒരു പ്ലാന്. പക്ഷേ സ്റ്റിക്കറൊക്കെ എടുത്ത് വന്നപ്പം എൻ്റെ പ്ലാൻ ചെറുതായിട്ട് മാറി. ഞാൻ വിചാരിച്ച് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ആ ഒരു തീമിലാണ്ട് ചെയ്താലോ, സ്റ്റാറി നൈറ്റ് മാത്രം ആക്കണ്ട, 2 ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ് എടുത്തിട്ട് ആ 2 തീമിലും കൂടി ആക്കിയിട്ട് ചെയ്യാമെന്നാക്കി. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തതൊക്കെയാണ് ഇപ്പം കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് 2 ലോങ് വീഡിയോയിലായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ഇനി. അപ്പോൾ ഇനിയും ഈ വീഡിയോയിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് കുറേ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണില്ല കേട്ടോ. പിന്നെ അന്ന് അങ്ങനെ വീഡിയോസ് ഇട്ടപ്പോൾ തന്നെ കുറേ ആൾക്കാർ യൂട്യൂബിലായിട്ടും ഇൻസ്റ്റയിലൊക്കെ ആയിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ഉണ്ടേനി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം അന്ന് ഞാൻ അങ്ങനെ വേണ്ട ഈസി അല്ലെന്നൊക്കെ വിചാരിച്ചിട്ട് വിട്ടതേനി. പിന്നെ ഇപ്പോൾ തോന്നുന്നു എനിക്ക് അങ്ങനെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ സ്റ്റിക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തീമിലാണോ ആ ഒരു തീമിലൊക്കെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുക പറഞ്ഞാൽ ഭയങ്കര ഈസിയുള്ള പണിയാണെന്നൊന്നും ഞാൻ പറയണില്ല. നമുക്ക് ഇതേപോലെ നല്ല ക്ലിയറുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യണം, പിന്നെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം, പ്രിൻ്റ് എടുക്കണം. ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ ഒരു കട്ട് ചെയ്യണ പണി. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരു 100 സ്റ്റിക്കേഴ്സ്, ഒരു 100 സ്റ്റിക്കേഴ്സോ അതിൻ്റെ മേലൊക്കെ സ്റ്റിക്കേഴ്സൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ആയിരിക്കും നമുക്ക് എന്തായാലും ഡെലിവറി ചാർജൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലാഭം നിങ്ങൾക്കായാലും എനിക്കായാലും ഉണ്ടാവുക. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട തീം ഏതാണെന്നൊക്കെ പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഡയറക്റ്റായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഇതുവേ നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്തെടുത്തല്ലോ, ഇനിയിപ്പോൾ നമുക്ക് ജേർണൽ ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ സൺഫ്ലവേഴ്സ് പറഞ്ഞിട്ടുള്ള പെയിൻറ്റിങ് ഉണ്ടല്ലോ, ആ ഒരു തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ഒരു പാറ്റേൺ പേപ്പർ സൈഡിൽ ഇങ്ങനെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൺഫ്ലവേഴ്സിൻ്റെ തീമിൽ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയല്ലോ, സ്റ്റിക്കേഴ്സ് രൂപത്തിൽ. പിന്നെ ഈ ഒരു വാഷി ടാപ്പ് അങ്ങനെയൊക്കെ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ പേജിലായിട്ട് നമ്മൾ വിൻസെൻറ്റിൻ്റെ ഒരു ഫോട്ടോസ്, ഇത് വിൻസെൻ്റ് പെയിൻറ്റ് ചെയ്തിട്ടുള്ള തന്നെ സെൽഫ് പോർട്രേറ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതിയിട്ട് പിന്നെ ഞാൻ ഈ വാൻ ഗോഗിൻ്റെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് കോഡ്സൊക്കെ ഉണ്ട്, അതൊക്കെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ഈ സൺഫ്ലവേഴ്സിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്കൊക്കെ അറിയിക്കും, ചിലപ്പം ഈ വീഡിയോസ് കാണുന്ന ചില ആൾക്കാർക്കൊന്നും അറിയണം എന്നുണ്ടാവില്ല. പിന്നെ എനിക്ക് അറിയണമാരെയൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ പറയാം കേട്ടോ. അല്ല അതൊക്കെ പോട്ടെ, വാൻ ഗോഗ് ആരാന്നൊക്കെ അറിയിക്കൂലേ. ഇനിയിപ്പോൾ അതറിയില്ലെങ്കിലും സ്റ്റാറി നൈറ്റ് എല്ലാവർക്കും അറിയിക്കും. അപ്പോൾ ഈ വാൻ ഗോഗ് ആണ് ഈ സ്റ്റാറി നൈറ്റൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ആൾ. നമ്മുടെ വേൾഡിൽ തന്നെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് വാൻ ഗോഗ്. വാൻ ഗോഗിൻ്റെ ഫുൾ നെയിം വിൻസെൻ്റ് വില്യം വാൻ ഗോഗ് എന്നാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സൺഫ്ലവേഴ്സ് സ്റ്റാറി നൈറ്റും ഒക്കെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ
2 പെയിൻറ്റിങ്സ് ഇനി. പിന്നെ അതല്ലാതെ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്. ദ സ്ട്രീറ്റ്, സെൽഫ് പോർട്രേറ്റ്, നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു പിക്ചർ, പിന്നെ പൊട്ടാറ്റോ ഈറ്റേഴ്സ്, ചുവന്ന മുന്തിരിത്തോട്ടം, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ട് കേട്ടോ. അതിനൊക്കെ ഇന്ന് ലോകത്ത് ഭയങ്കര കോടിക്കണക്കിന് വില വരുന്ന പെയിൻറ്റിങ്സ് ഒക്കെയാണ്. ഇനിയിപ്പോൾ സൺഫ്ലവേഴ്സിനെ കുറിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാൻ ഗോഗ് ഒരു വീട് വാടകയ്ക്ക് എടുത്തിന്. ആ വീട് ഇന്നിപ്പം യെല്ലോ വീട്, മഞ്ഞ വീട് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടേക്ക് വാൻ ഗോഗിൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കാൻ വരും. അപ്പോൾ അന്ന് വാൻ ഗോഗ് ആ ഫ്രണ്ടിൻ്റെ റൂം കുറച്ചും കൂടി ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടി പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ആദ്യമായിട്ട് ഈ ഒരു സൺഫ്ലവേഴ്സിൻ്റെ പെയിൻറ്റിങ്സ് വരച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഒന്നും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 സീരീസ് ആയിട്ടിട്ട് കുറേ സൺഫ്ലവേഴ്സിൻ്റെ പെയിൻറ്റിങ്സ് വരച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ ഈ ഒരു വേസ് വിത്ത് 15 സൺഫ്ലവേഴ്സ് ഇന്നിപ്പം ഒരു സൈനൊക്കെ ആയിട്ട് അറിയപ്പെടുന്നത് എന്താ വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് വെൽക്കം, അതിൻ്റെ രണ്ടും കൂടി ഒരു മിക്സായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സും കോഡ്സൊക്കെ ചെയ്തിട്ട് ഒരു സൺഫ്ലവർ തീമിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഐഡിയക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ആ ഒരു ഐഡിയക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അപ്പം തോന്നിയ ഒരു ഐഡിയക്ക് ചെയ്തതാണ്. ഞാൻ പ്രത്യേകിച്ച് വേറെ എവിടെ നോക്കിയിട്ടില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിനെയല്ലോ, കുറച്ച് പ്ലാൻസൊക്കെ സെറ്റ് ചെയ്തിനെയല്ലോ, അതൊക്കെയാണ് കേട്ടോ കാണിച്ചുകൊണ്ട് നിന്നത്. ഇനി നമുക്ക് സ്റ്റാറി നൈറ്റിൻ്റെ തീമിലും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റാറി നൈറ്റിൻ്റെ ആ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നുണ്ട്. ഈ ഒരു ബുക്ക് ചെറിയ ബുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്യാനൊന്നും ഉള്ള സ്ഥലമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഉള്ള സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ അടിപൊളിയാക്കിയിട്ട് ചെയ്യണം. സ്റ്റാറി നൈറ്റ് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും അറിയണ ഒരു ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ് ആണല്ലോ. വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള 3ാമത്തെ പെയിൻറ്റിങ് ആണ് ഈ ഒരു സ്റ്റാറി നൈറ്റ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് വരച്ചിൻ്റെ ടൈമിൽ പറഞ്ഞാൽ വാൻ ഗോഗിന് ചെറുതായിട്ട് മെൻ്റൽ പ്രോബ്ലം, ഒരു സ്റ്റാബിളല്ലേ ഇനി, അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു മെൻ്റൽ അസൈലമിൽ നിൽക്കുന്ന ടൈമിലേനി. അസൈലം മീൻസ് നമ്മൾ മെൻ്റൽ ഹോസ്പിറ്റൽ കേട്ടോ. അവിടെ നിൽക്കുന്ന ടൈമിലേനി ഈ ഒരു പെയിൻറ്റ് വരച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാറി നൈറ്റ് വാൻ ഗോഗിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ വാൻ ഗോഗ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി നക്ഷത്രങ്ങളെ കാണുന്നത്, അതായത് സ്റ്റാർസ് കാണുന്നത് വാൻ ഗോഗിന് ഡ്രീംസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വാൻ ഗോഗിൻ്റെ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കുറേ കോഡ്സും വേർഡ്സും ഒക്കെ നമുക്ക് ഗൂഗിളൊക്കെ ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതിൽ തന്നെ ഐ ഡ്രീം മൈ പെയിൻറ്റിങ് ആൻഡ് ഐ പെയിൻറ്റ് മൈ ഡ്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള വാൻ ഗോഗിൻ്റെ കോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടോട്ടലി 2100 ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി. പക്ഷേ അയാൾ മരിക്കുന്നത് വരെ അയാൾ അത്ര ഫേമസ് ഒന്നല്ലേ ഇനി. വാൻ ഗോഗ് ഉണ്ടായ ടൈമിൽ ആകെ വിറ്റൊരു പെയിൻറ്റ് എന്ന് പറയുന്നത് ചുവന്ന മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിൻറ്റിങ് ഇനി. അതന്നെ വെറും 400 ഫ്രാങ്കിനെറ്റിന് വിറ്റിനുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് ആയാലും വാൻ ഗോഗ് ആയാലും ഫേമസ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്നിപ്പം അയാളുടെ പെയിൻറ്റിങ്ങൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഭയങ്കര കോടിക്കണക്കിന് വില വരുന്ന പെയിൻറ്റിങ്സൊക്കെയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് വാൻ ഗോഗിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റാറി നൈറ്റിൻ്റെ തീമിലുള്ള ജേർണലിങ്ങും സൺഫ്ലവേഴ്സിൻ്റെ ജേർണലിങ്ങും നമ്മൾ ചെയ്തതും പറഞ്ഞതും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്റ്റാറി നൈറ്റ് തീമിലുള്ള ജേർണലും കൂടി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു ബ്ലൂ പെൻസിൽ കളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സൈഡിലായിട്ട് യെല്ലോ കളറും കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പെയിൻറ്റിൻ്റെ ഒരു കളർ തീമും കൂടി സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് കളർഫുൾ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മളൊരു ഐഡിയക്ക് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ജേർണൽ എന്ന് പറയുന്നത് അതുതന്നെയാണ്. പിന്നെന്താ വെച്ചാൽ നമ്മൾ ഇതേപോലെ ഒരു തീമൊക്കെ സെലക്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു ഭംഗിയായിരിക്കും. അല്ലാതെ വെറുതെ എന്തൊക്കെയോ ചെയ്യണേക്കാട്ടി നല്ലത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റാറി നൈറ്റ്സ് ആൻഡ് സൺഫ്ലവേഴ്സിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്കിപ്പോൾ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ തീമിലൊക്കെ ജേർണൽ സെറ്റൊക്കെ ഇപ്പോൾ മേടിക്കാനൊക്കെ കിട്ടും, ഓൺലൈനിലൊക്കെ മേടിക്കാനൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാനിത് കുറേ കാലമായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് എനിക്കൊന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റിക്കേഴ്സൊന്നും ഇല്ലെങ്കിലും നമുക്ക് തന്നെ പെയിൻറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സപ്ലൈസൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പെയിൻ തീമിൽ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അതിന് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.